ഇത് തുരുമ്പ് കളയാൻ വേണ്ടിയിട്ട് ഒരു ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ഇത് ചെമ്പരത്തി ഇലയാണ്. ചെമ്പരത്തി ഇലയുടെ പൂവും എല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് ഒരു വലിയൊരു പാത്രത്തിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് തുരുമ്പുള്ള പാത്രങ്ങൾ അതിനകത്ത് ഇട്ടാൽ തുരുമ്പെല്ലാം പോകും. ഒരു ദിവസം ഫുള്ള് തുരുമ്പെല്ലാം കളയാനായിട്ട് ഇട്ട് വച്ചിരിക്കണം. നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. ഇത്രയും അരച്ചെടുത്തിട്ടുണ്ട്. കുറേയേറെ അരയ്ക്കണം. ഈ പാത്രത്തിൽ കുറച്ച് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് ഈ വലിയ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. എടെ കുഞ്ഞുങ്ങളെ, കണ്ടേ ഈ ഒരു സാധനം ഉണ്ടല്ലോ, നാളെ ഇത് തുരുമ്പൊക്കെ പോയി നല്ല സൂപ്പറായിട്ടിരിക്കും. അതിനുള്ളൊരു ടിപ്സ് അപ്പുറത്ത് ചെയ്യുന്നുണ്ട്. നമ്മുടെ താളിയില്ലേ, ചെമ്പരത്തി താളി, അത് ആരതി പോയി പിച്ചിക്കൊണ്ട് വന്നു കുറേയല്ല. അത് അരച്ചിട്ട് ഒരു ബക്കറ്റിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് ഇതങ്ങ് മുക്കി വയ്ക്കും. ഏത് തുരുമ്പുള്ള സാധനം, 2-3 തുരുമ്പുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ അങ്ങോട്ട് മുക്കി വെച്ചിട്ട് നാളെ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് പിന്നെ തുരുമ്പ് മൊത്തം പോകും. നിങ്ങൾക്ക് തുരുമ്പുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണേ അങ്ങനെ, കേട്ടോ, ചെയ്ത് നോക്കണേ. നാളെ അതിൻ്റെ റിസൾട്ട് അറിയാം. അപ്പം നമ്മൾ അത് കേട്ടോ, ആരതി ചെയ്ത് ഇനിയും പിച്ചുകൊണ്ട് പോവാ, എടുത്തോണ്ട് പോവാ, ഉണ്ടേൻ്റെ ക്ഷീണം തീർക്കുക കേട്ടോ. ഓക്കെ. മൊത്തം തുരുമ്പാ കേട്ടോ. ഇത് വെള്ളം വീണ തുരുമ്പായതാ. ഇത് അകത്ത് വെച്ചേക്കുന്നതായിരുന്നു. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു സാധനമാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു സാധനമാണ്. ഒട്ടുകറയോ ഞാൻ എടുക്കത്തില്ല. അതൊഴിച്ച് ബാക്കി എന്തും സത്യം പറഞ്ഞു ഞാൻ എടുക്കാം. മഴ പെയ്യുവാണെങ്കിൽ ഒട്ടുകറ മാത്രം എടുക്കത്തില്ല. ചിറ്റിയാ എനിക്കിഷ്ടമല്ല. ഞാൻ അടുക്കളയിൽ നിന്നിട്ട് പോലും ആ മണം എനിക്ക് വയ്യായിരുന്നു കേട്ടാ. കഷ്ടമുണ്ട്. എനിക്ക് അതിന്റെ പൈസയും വേണ്ട. ഞാൻ എടുത്തോ, എനിക്ക് അതിന്റെ പൈസയേ വേണ്ട. എടുത്തു, കുടിച്ചു. ഒരുത്തിയുടെ പിറന്നാളായിരുന്നു ഇന്ന്. ആരും പറഞ്ഞില്ല. എല്ലാവരും പിറന്നാളിൻ്റെ പായസം. ചിയേഴ്സ് ഒന്നും ചെയ്യുന്നില്ലേ? ചിയേഴ്സ്, ചിയേഴ്സ്. പൊട്ടിപ്പോകരുത്. ചിയേഴ്സ്. മാളുവിൻ്റെ പിറന്നാളാണ്. മുട്ടി ആരും പോകരുത്. മാളു കേക്ക് മുറിക്കാൻ പോയിട്ട് ഇപ്പോൾ ഓടി വരുന്നതാണ്. ഞങ്ങൾക്ക് കേക്കും കൊണ്ട്. ആരും കേക്കാകാതെ ഇന്നലത്തെ അവസ്ഥ ഞാൻ കാണിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ ഭാഗം മാത്രമേ മുങ്ങിയിരിപ്പുള്ളായിരുന്നു. ഇനി ഒന്ന് ബ്രഷ് ചെയ്ത് എടുത്തിട്ട് പെയിൻ്റ് അടിച്ചാൽ മതി. നല്ല രീതിക്ക് തന്നെ ഇതിന് കളർ വന്നു. പഴയ ഒരു ഐറ്റമായിരുന്നു. ഇത് പെയിൻ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ടോ, ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഒന്നുകൂടെ മുക്കി വെച്ചാൽ നല്ല രീതിക്ക് തന്നെ കളർ വരും. ഒന്നുകൂടെ ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം. കണ്ടല്ലോ, ഇതിൻ്റെ തുരുമ്പുകളെല്ലാം പോയിട്ടുണ്ട്. ഞാൻ തേങ്ങ പൊതിക്കുന്ന പഴയ ഒരെണ്ണമാണ്, അത് മുക്കി വെക്കുകയാണ്. വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച്. നല്ല ഒരു കാരയും എന്ന് ഇതിന് പറയുന്നില്ല, കാരയും തോന്നുന്നു. അടുത്തൊരു ഐറ്റം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, അതും കൂടെ ഞാൻ കാണിക്കാം. ചെമ്പരത്തി ഇല മാത്രമാണിത്. ഇത് കണ്ടോ, ഇത് നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി. പഴയ അവസ്ഥ ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ. തിളക്കമുണ്ട്. ഒരു ദിവസം കൂടെ നമ്മൾ ഇട്ടിരുന്നാൽ ഇത്
ചെമ്പരത്തിയിലയുടെ കറിയാണ്. കണ്ടോ, ഇതൊരു 5 കത്രികയോളം ഉണ്ട്. 5 എണ്ണം കൂടെ, ഒന്നുകൂടെ ഉണ്ട്. ഇത് പഴയ കത്രികയായിരുന്നു, ഒന്നും കൂടിയുണ്ട്. പഴയ കത്രിക. ഇപ്പം ഇത് പിള്ളേരൊന്നും യൂസ് ചെയ്യത്തില്ല. ഇതാണ് പരിപാടി. ഇന്നത്തെ ജോലി ഇന്നലെ ചെയ്തിട്ടതാണ്. ഇനി ഇത്രത്തോളം വൃത്തിയായിട്ടുണ്ട്. ഇനി ഒന്ന് ഉരಸಿ കാണിക്കാം ഞാൻ. ഇത് കണ്ടല്ലോ, ഒന്ന് കഴുകി എടുത്താൽ മതി. അപ്പോഴത്തേനും ഇതിൻ്റെ തുരുമ്പെല്ലാം നല്ല രീതിയിൽ തന്നെ പോയി കിട്ടും. കണ്ടോ, അത്യാവശ്യം തിളക്കമായി. നാളെയും കൂടെ ആകുമ്പം നല്ല വൃത്തിയായിരിക്കും. ഇതിൻ്റെ ഫുൾ എല്ലാം ക്ലീൻ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ പിന്നീടാം. എല്ലാവരും ഇത് പരീക്ഷിക്കുക. ഞാൻ പരീക്ഷിച്ച് വിജയിച്ചതാണ്. ഇടയ്ക്കുള്ള ടിപ്സുകൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. നല്ലപോലെ ഒന്ന് കഴിയാൽ മതി. തുരുമ്പെല്ലാം പോയി കിട്ടും. ഓക്കെ, ഒരു ദിവസം കൂടെ നമുക്ക് വെള്ളത്തിൽ ഇടാം. അപ്പം ഒന്നുകൂടെ ഇളകിക്കോളും. ഓക്കെ, കിടക്കട്ടെ ഒരു ദിവസം കൂടെ. നമ്മുടെ പഴയ ചീനിച്ചട്ടിയാണ്. നമുക്ക് ഈ തുരുമ്പ് പോയത് കൊണ്ട് ഇതെല്ലാം താഴെ ഇറക്കി. ഇതിൻ്റെ റിസൾട്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ കാണിക്കുന്നതായിരിക്കും. ഇതൂടെ നമുക്ക് മുക്കി വയ്ക്കാം. അത് പോയെന്ന് അറിഞ്ഞപ്പം ഭയങ്കര സന്തോഷം. പോയെന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം. ഇതിനകത്ത് നമുക്ക് സ്പേസ് ഉണ്ട്. 2 ചീനിച്ചട്ടി അതും മുക്കി വയ്ക്കാം. ഒരു സൈഡേ മുക്കി വയ്ക്കാൻ നോക്കുന്നുള്ളൂ. വലിയ പാത്രങ്ങൾ ഇത് 2 ഉള്ളൂ. ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. പോയിട്ട് അടുത്ത ദിവസം റിസൾട്ട് കാണിക്കാം കേട്ടോ. നമ്മുടെ തുരുമ്പുകറയെല്ലാം നീക്കിയിട്ട് വീണ്ടും തയ്ക്കാനായിട്ട് കയറി. ഇടവേളകളിൽ ചൂർണ്ണാൻ പോകുമ്പോഴും ചായ എത്താൻ പോകുമ്പോഴൊക്കെ ഉള്ള ജോലികളാണ് അതൊക്കെ. അപ്പോൾ ഇവിടുന്ന് ഓർത്ത് വെച്ചിട്ട് ചെയ്യാനുള്ള ജോലികളെല്ലാം അവിടെ. ഇനിയിപ്പം വൈകിട്ട് കുറച്ച് ചെടികളൊക്കെ നടണം. അതിന് ഓരോരോ സമയങ്ങൾ ഞാൻ നീക്കി വെച്ചേക്കുകയാണ്. തയ്ക്കേണ്ട സമയം തയ്ക്കും, വീട്ടിൽ പാചകം ചെയ്യേണ്ട സമയം പാചകം ചെയ്യും. ഈ വർക്ക് അങ്ങനെ തീരത്തില്ല. കല്യാണ വർക്ക് ഉണ്ട്, എൻ്റെ ഇടയ്ക്ക് കല്യാണ വർക്കും ചെയ്യുന്നുണ്ട്. അതപ്പുറത്തെ റൂമിലാണ്. വർക്കുകളാണ് ഇതെല്ലാം. എല്ലാം ഒന്നും എടുത്തു വെച്ചില്ല, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രൈഡൽ വർക്കുണ്ട്, ബാക്കി കുറച്ചേറെ വർക്കുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം ബില്ലിന് അത് എഴുതി മാറ്റി വെക്കണം. ഡേറ്റ് ഉണ്ട്, അടുത്ത വെള്ളിയും ഒക്കെയാണ് കൊടുക്കേണ്ടത്. പിന്നെ 27-ാം തീയതി മുതൽ കല്യാണ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് കൊടുക്കണം. അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ്. മേളകൾ വരുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.